Yes, good afternoon. Good afternoon, sir. Okay, Farooq, good afternoon. Ansi, Bilsi, Anusha, good afternoon. Good afternoon. Asha Justin, good afternoon. Sulashmi, good afternoon. Okay. Rahman, good afternoon. Rahan, good afternoon. Let us start. Arabiya. Yes. ഓണാഘോഷ പരിപാടിയൊക്കെ കഴിഞ്ഞോ? Yes, Leah, good afternoon. Yes. Okay, Sulashmi. Okay, Aisha. Yes. Leah, okay. അപ്പോൾ let us start. അപ്പോൾ നമുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ രാഹൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ടെൻസുകളെ കുറിച്ചായിരുന്നു. ടെൻസുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് കണ്ടിന്യൂവസ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പാസ്റ്റ് കണ്ടിന്യൂവസ്. പാസ്റ്റ് കണ്ടിന്യൂവസിന്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. സബ്ജക്റ്റ് എഴുതുക, വാസ് അല്ലെങ്കിൽ വേറെ എഴുതുക, വെർബ് എഴുതുക, അതിന്റെ കൂടെ ING ചേർക്കുക. ഇതിനെയാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂവസ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ്, വാസ് അല്ലെങ്കിൽ വേറെ, പിന്നെ വെർബ് പ്ലസ് ING. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂവസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പാസ്റ്റ് കണ്ടിന്യൂവസിന്റെ പോസിറ്റീവ് ടൈപ്പ് വാചകങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തത്. ക്ലാസ്സിന് മുമ്പ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മൾ പറഞ്ഞത് they were going, you were eating food, I was reading the book. അങ്ങനെ നമ്മൾ പറഞ്ഞു. കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞു, ഐ കഴിഞ്ഞാൽ വാസ് ആണ് വരിക, ഐ വാസ്. പക്ഷെ അൺറിയൽ കണ്ടീഷൻ വരുന്ന സമയത്ത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഐ കഴിഞ്ഞിട്ട് വാസ് വരില്ല. അവിടെ വരുന്ന എന്താണ്? വേറെ. ഇഫ് ഐ വേർ എ ബേർഡ്, ഇഫ് ഐ വേർ എ ബട്ടർഫ്ലൈ എന്നൊക്കെ നമുക്ക് പറഞ്ഞു. യെസ്. അപ്പൊ അങ്ങനെ പാസ്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി അടുത്തത് ആ വാചകത്തിന്റെ തന്നെ, ആ ടെൻസിന്റെ തന്നെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നെഗറ്റീവ് വാചകം. നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ വാസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വേറെ കഴിഞ്ഞിട്ട് ഒരു നോട്ട് എന്ന് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് നെഗറ്റീവായി. അപ്പൊ എങ്ങനെ വരുന്നത്? ഐ വാസ് നോട്ട് റീഡിങ് എ ബുക്ക്, യു വേർ നോട്ട് ടീച്ചിങ് അസ്, ഐ വാസ് നോട്ട് ക്ലീനിങ് ദ റൂം, I was
not cooking food. He was reading the textbook. Okay. അപ്പോൾ വാസ് അല്ലെങ്കിൽ വേറെ കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ നെഗറ്റീവ് വാചകങ്ങളായി. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ വാചകങ്ങൾ പറഞ്ഞു. വാസ് അല്ലെങ്കിൽ വേറെ കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ട് കൂടി ചേർത്ത് പറയുക. യെസ്, വാസ് അല്ലെങ്കിൽ വേറെ കഴിഞ്ഞിട്ട് ഒരു നോട്ടും കൂടി ചേർത്ത്. യെസ്, അരുല. യെസ്, സുജിത്ത് പറയുന്നു ഐ വാസ് നോട്ട് വാഷിംഗ് ക്ലോത്ത്സ്. കറക്റ്റ് ആണ് സുജിത. അഷ്ടമി കറക്റ്റ് ആണ്. ഐ വാസ് നോട്ട് വാഷിംഗ് ക്ലോത്ത്സ്. പിന്നെ യെസ്, ഐ വാസ് നോട്ട് ട്രാവലിംഗ് ബൈ ബസ് എന്നല്ല. ആക്ച്വലി ഒരു ബസ് എന്ന് എഴുതുമ്പോൾ ബൈ ബസ്. ഐ വാസ് നോട്ട് ട്രാവലിംഗ് ബൈ ബസ്. യെസ്, ഇനി ആർക്കെങ്കിലും? യെസ്, അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ. അപ്പൊ രാജി പറഞ്ഞത് ഐ വാസ് നോട്ട് വാച്ചിങ് TV ലാസ്റ്റ് നൈറ്റ്. ഐ വാസ് നോട്ട് അഷ്ടമി മീറ്റിംഗ് കൂടെ ING കൂടി ചേർക്കാം. മീറ്റിംഗ് ഐ വാസ് ഫീലിംഗ് ഹംഗ്രി. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. ഐ വാസ് നോട്ട് ടീച്ചിങ് സ്റ്റുഡൻസ്. ഓക്കെ, ശരി, കറക്റ്റ് ആണ്. യെസ്, ഓക്കെ. മീറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക. യെസ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത വാചകത്തിൽ അതൊന്നുകൂടി പറയാം. പാസ്റ്റ് കണ്ടിന്യൂസിന്റെ പോസിറ്റീവ് ടൈപ്പ് വാചകങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നെഗറ്റീവ് ടൈപ്പ് വാചകങ്ങളെ കുറിച്ച് നമ്മൾ പറയും. ഇനി നമ്മൾ പറയുന്നത് ഇത് തന്നെ ഒരു ക്വസ്റ്റ്യൻ പോലെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചോദിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് പറയാം യു വേർ റീഡിങ്. അനുഷ കറക്റ്റ് ആണ്. യു വേർ റീഡിങ്, നിങ്ങൾ വായിക്കുകയായിരുന്നു. യു വേർ നോട്ട് റീഡിങ്, നിങ്ങൾ വായിക്കുകയായിരുന്നില്ല. ഇനി അത് ചോദ്യമാക്കാൻ വേണ്ടിയിട്ട് ആ വാസോ ആ വേറോ അത് ആദ്യം പറയും. അപ്പൊ ഇതുവരെ വേർ യു റീഡിങ്. ഓക്കെ, മുഹസീന കറക്റ്റ് ആണ്. വേർ യു റീഡിങ്. ഓക്കെ, ബിൻസി കറക്റ്റ് ആണ്. വേർ യു റീഡിങ്, നിങ്ങൾ വായിക്കുകയായിരുന്നു. വേർ യു സ്റ്റഡിങ്, നിങ്ങൾ പഠിക്കുകയായിരുന്നു. വേർ യു സെർച്ചിങ് ഇറ്റ്, നിങ്ങൾ ഇത് തിരയുകയായിരുന്നു. വാസ് ഹി ട്രാവലിംഗ് ബൈ ബസ്, അവൻ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. വാസ് ഷീ ഡൂയിങ് ഹോംവർക്ക്, അവൾ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. യെസ്, ഐ വാസ് നോട്ട് വാച്ചിങ് TV ലാസ്റ്റ് നൈറ്റ്. ഓക്കെ, കറക്റ്റ് ആണ്. യെസ്, അപ്പൊ നമുക്ക് അത് ചോദ്യമാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ വാസ് അല്ലെങ്കിൽ വേറെ അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ. എന്തായിട്ട് മാറുന്നത്? അതൊരു ചോദ്യമായിട്ട് മാറും. അപ്പൊ നിങ്ങൾ അതുപോലെയുള്ള ഒന്നുകൊണ്ട് വാചകങ്ങളൊന്നും പറഞ്ഞു. വേർ യു സ്പീക്കിംഗ്. ഓക്കെ, അഷ്ടമി കറക്റ്റ് ആണ്. വേർ യു സ്പീക്കിംഗ്. വാസ് അല്ലെങ്കിൽ വേറെ ആദ്യം പറയുക. വേർ യു സ്പീക്കിംഗ്. വേർ ദേ പ്ലേയിങ് ഫുട്ബോൾ. ഒരു ഫുട്ബോളും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ബിൻസി. വേർ ദേ പ്ലേയിങ് ഫുട്ബോൾ. അഞ്ജു, ആ വേറെ സ്പെല്ലിംഗ്. വേർ ആർ യു കമ്മിങ് ഫ്രം. ഓക്കെ ഓക്കെ ഓക്കെ. വേർ ആർ യു കമ്മിങ് ഫ്രം. വേർ യു സ്ലീപ്പിംഗ്. ഓക്കെ, അനുഷ കറക്റ്റ് ആണ്.
Were you singing? ശരിയാണ് അശ്വതി. Yes. Were they talking on the phone? Okay, Gavya. Were you working? Okay, Mughsina. Were you cooking? Yes. Okay, Needhamol. Were you listening me? Okay, Anusha. Correct. Were you? അവിടെ നമുക്കൊരു ബി കൂടി ചേർക്കാം. Were you be there? കേട്ടോ. Yes. Were you happy? അതിനകത്ത് ing വന്നിട്ടില്ല. Okay. Were you feeling happy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. Where are you from? Yes. അപ്പൊ അത് പാസ്റ്റ് കണ്ടിന്യൂസ് അല്ല ഫരീദ, സെന്റൻസ് കറക്റ്റ് ആണ്. അതിന്റെ അടിയിൽ ഞങ്ങളെ ആ പെയറിന് വേറെ അറിയും. അപ്പൊ WHER വേറെ ചെയ്യണം കേട്ടോ. യെസ്. അപ്പൊ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ഈസ്, ആം, ആർ ഈ മൂന്ന് വാക്കിന്റെയും അർത്ഥം ആകുന്നു എന്നാണ്. ഈസ് എവിടെയാണ് ഉപയോഗിക്കുന്നത്, ആർ എവിടെയാണ് ഉപയോഗിക്കുന്നത്, ആം എവിടെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈസ്, ആം, ആർ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വാസും വേറും. അപ്പൊ വാസ് എന്ന് പറഞ്ഞാലും വേറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആയിരുന്നു എന്നാണ്. ആയിരുന്നു. ഈസാമാർ ആകുന്നു, വാസു വേറ് ആയിരുന്നു. ഓക്കെ, സിമ്പിൾ. അപ്പോ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ആ ടെൻസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത ഒരു ടെൻസിലേക്ക് പോവുകയാണ്. ആ ടെൻസിന്റെ പേരാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അപ്പൊ ആറാമത്തെ ടെൻസ് നമ്മൾ പറയുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. അപ്പൊ അതിനു മുമ്പ് പറഞ്ഞ അഞ്ചെണ്ണത്തിന്റെ പേരുകൾ മാത്രം ഞാനത് പറയാം. ഒന്ന് സിമ്പിൾ പ്രസന്റ് ആയിരുന്നു, സിമ്പിൾ പാസ്റ്റ് ആയിരുന്നു, സിമ്പിൾ ഫ്യൂച്ചർ ആയിരുന്നു, പ്രസന്റ് കണ്ടിന്യൂസ് ആയിരുന്നു. ഇപ്പൊ പറഞ്ഞ് അവസാനിപ്പിച്ചത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇനി അടുത്തിലേക്ക് ഞാൻ പോകുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഭാവിയിൽ നടക്കാൻ പോകുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം ഏകദേശം 1:43 നാളെ ഈ സമയത്ത് ഞാൻ എന്തായിരിക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യുകയായിരിക്കും എന്ന് നമുക്ക് പറയേണ്ടി വരും. അല്ലെങ്കിൽ മറ്റന്നാൾ ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യുകയായിരിക്കും, ആയിരിക്കും എന്നുള്ള പറയുന്നത്. അതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ്. യെസ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ എഴുതിക്കോ. ഫ്യൂച്ചർ കണ്ടിന്യൂസ് എഴുതിയിട്ട് അതിന്റെ അടിയിൽ എസ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് വില്ല് ഒരു സ്ലാഷ് ഷാൽ, വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം. സബ്ജക്റ്റ് വില്ല് അല്ലെങ്കിൽ ഷാല്, ബി വെർബ് കൂടെ ing. ഇത്രയും വന്നു കഴിഞ്ഞാലാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നില്ലെങ്കിൽ വിൽ ബി എന്നായിരിക്കും അല്ലെങ്കിൽ ഷാൽ ബി എന്നായിരിക്കും. വിൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഷാൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ അർത്ഥം എന്താണ്? ആയിരിക്കും എന്നാണ്. ആയിരിക്കും. ഐ വിൽ ബി വർക്കിംഗ് ഇൻ എ ബാങ്ക് ടുമാറോ. നാളെ ഞാനൊരു ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഐ വിൽ ബി കംപ്ലീറ്റിംഗ് ദ പ്രോജക്ട് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച ഞാൻ എൻ്റെ പ്രോജക്റ്റ് പൂർത്തിയാക്കുകയായിരിക്കും. നെക്സ്റ്റ് വീക്ക് കേട്ടോ. അപ്പൊ വിൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ
ആയിരിക്കും എന്നാണ് അർത്ഥം. ഐ ഷാൽ ബി കണ്ടിന്യൂയിങ് മൈ എക്സാമിനേഷൻ. ഞാൻ എൻ്റെ പരീക്ഷ തുടർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. They will be teaching us. അവർ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. We shall be listening her. ഞങ്ങൾ അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. Yes. So will be means ആയിരിക്കും. Will be വരാം, shall be വരാം. Okay. നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ വാചകങ്ങൾ പറയുക. ആ വാചകങ്ങൾ പറയുമ്പോൾ അതിന് will അല്ലെങ്കിൽ shall be verb plus ing പറഞ്ഞു. സബ്ജക്റ്റ് will അല്ലെങ്കിൽ shall be verb plus ing വരുന്ന വാചകങ്ങൾ. അതിന്റെ അർത്ഥം വരുന്നത് ആയിരിക്കും എന്നാണ്. യെസ്റ്റർഡേ എന്ന് പറയരുത്, ടുമാറോ എന്ന് പറയാം. നെക്സ്റ്റ് വീക്ക് എന്ന് പറയാം, നെക്സ്റ്റ് മന്ത് എന്ന് പറയാം, നെക്സ്റ്റ് ഇയർ എന്ന് പറയാം, കുഴപ്പമില്ല. കാരണം സംഭവിച്ചിട്ടില്ല, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. സബ്ജക്റ്റ് എഴുതുക, will അല്ലെങ്കിൽ shall ഏതെങ്കിലും ഒന്ന് എഴുതുക, be ചേർക്കുക, verb ചേർക്കുക, ചേർക്കുക. I will be writing the letter tomorrow. Okay, Shruti. She will be singing tomorrow. Okay, Srirashmi. I will be working at 6 p.m. Okay, Raji. I will be continuing my activities. Okay, Shruti. Ashtami. Yes, I will be visiting temple tomorrow. Okay, Anshu. I will be playing tomorrow. Okay, Justin. I will be helping my mother to make breakfast. Okay, Shruti. Okay, they will be going home. Okay, Raji. Yes, the baby will be playing the whole night. Okay, Shruti. We shall be watching Taj Mahal, visiting Taj Mahal tomorrow. Okay, Sharon. I will be going Dubai next. Okay, Adira. I will be completing my graduation. Okay, Farooq. There will be a game show tomorrow. Correct? Yes. I will be working in the office. I will be studying tomorrow. Okay, Safir. Future continuous എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സബ്ജക്റ്റ് എഴുതി, will അല്ലെങ്കിൽ shall ചേർത്തു, പിന്നെ be ചേർത്തു, പിന്നെ വെർബിന്റെ കൂടെ ing കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. സിമ്പിൾ അല്ലേ? വെരി 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 സിമ്പിൾ. യെസ്. I shall be visiting my relatives' house during the Onam vacation. Okay, Anshu, correct? Yes. Correct. Yes. ഇനി നമുക്ക് അപ്പൊ വിൽ ബി എന്നത് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ആയിരിക്കും. ആ മൂന്ന് പേരിന്റെയും അർത്ഥം ഒന്ന് മനസ്സിൽ കുറിച്ച് വെക്കാം. ഈ സാമ ആകുന്നു. വാസുവർ ഓക്കെ, അച്ഛനച്ചു കറക്റ്റ്. ഈ സാമ ആകുന്നു, വാസുവർ ആയിരുന്നു, വിൽ ബി അല്ലെങ്കിൽ ഷാൽ ബി ആയിരിക്കും. അപ്പൊ ആകുന്നു, ആയിരുന്നു, ആയിരിക്കും. ആകുന്നു, ആയിരുന്നു, ആയിരിക്കും. Yes, I shall be visiting a jewelry. Okay. Jewelry shop. Yes. Okay. അപ്പൊ കറക്റ്റ്. ഇനി നമുക്ക് ഇതേ വാചകത്തിന്റെ, അതായത് വിൽ ബി വെച്ച് എഴുതിയ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്ന വാചകത്തിന്റെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പൊ അതിന്റെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചെയ്ത നെഗറ്റീവ് വാചകം വരുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഒരു നോട്ട് എന്ന് ചേർക്കുകയാണ് പറയുന്നത്.
നോട്ട് എന്ന് ചേർക്കുക. ഓക്കെ ശ്രീലക്ഷ്മി. അപ്പൊ ഇവിടെ ഈ നോട്ട് ചേർക്കുമ്പോൾ വില്ലിന്റെയും ബിയുടെയും ഇടയിൽ ചേർക്കണം. വിൽ നോട്ട് ബി എന്നാക്കണം. വിൽ ബി നോട്ട് എന്നാക്കരുത്. വിൽ നോട്ട് ബി. ഷാലിന്റെയും ബിയുടെയും ഇടയിൽ ചേർക്കണം. ഷാൽ നോട്ട് ബി അങ്ങനെ പറയണം കേട്ടോ. അപ്പൊ നോട്ട് ചേർക്കുമ്പോൾ എപ്പോഴും വിൽ ബി എന്നുള്ളതിന്റെ നടുക്ക് വിൽ നോട്ട് ബി എന്നാക്കും. ഷാൽ ബി എന്നുള്ളതിന്റെ നടുക്ക് ഷാൽ നോട്ട് ബി. നമുക്ക് വേണമെങ്കിൽ പറയാം ഐ ഷാൽ നോട്ട് ബി വിസിറ്റിംഗ് താജ്മഹൽ ടുമാറോ. നാളെ ഞാൻ താജ്മഹൽ കാണുകയായിരിക്കില്ല. ഐ ഷാൽ നോട്ട് ബി കണ്ടിന്യൂയിങ് മൈ സ്റ്റഡീസ്. ഞാൻ എന്റെ പഠനം തുടരുകയായിരിക്കില്ല. They will not be teaching us. അവർ ഞങ്ങളെ പഠിപ്പിക്കുകയായിരിക്കില്ല. You will not be cleaning the house. നിങ്ങൾ മുറി വൃത്തിയാക്കുകയായിരിക്കില്ല. യെസ്. അപ്പൊ നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് വാചകമായി. ആ നെഗറ്റീവ് വാചകം വില്ലിന്റെയും ബിയുടെയും നടുക്ക് ചേർക്കാം. അങ്ങനെയുള്ള വാചകങ്ങൾ പറഞ്ഞു. I will not be present on tomorrow. Sherin, sentence correct ആണ്. പക്ഷെ ing മാത്രമേ. I will not be. Okay, Sherin. Srilashmi, I will not be going to the function. Okay. I will not be singing next month. Justin, okay. I will not be attending the party. Okay, Anusha. They will not be attending the class. Okay, Anjali. Yes. Sheri പറയുന്നു I will not be attending the marriage function. Okay. I will not be attending the examination. Neither what? Correct. Ashwini പറയുന്നു I will not be talking with you. I shall not be participating in the game. Okay, Srilashmi. I will not be going to work. Okay, Safir. I will not be watching TV, Kavya. Correct. I will not be in the classroom tomorrow. Okay, Anju. I will not be attending the class tomorrow. Tomorrow last class in the tomorrow class class tomorrow. I will not be watching TV, Jackie. I will not be preparing. Vinci, I will not be continuing work. Correct. Vidya, I will not be eating lunch. He will not be painting the house this weekend. Okay. Kavya, I will not be going to shop. Okay, Sujit. I will not be going to work late today. Okay. ഇല്ല. ഓക്കെ. അപ്പൊ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് രണ്ട് ടെൻസിന്റെ ഫോമുകളാണ്. ഒന്ന് പാസ്റ്റ് കണ്ടിന്യൂസും ഒന്ന് ഫ്യൂച്ചർ കണ്ടിന്യൂസും. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പ്രസന്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും ഫ്യൂച്ചർ കണ്ടിന്യൂസും നമ്മൾ നോക്കി കഴിയുമ്പോൾ എന്തെങ്കിലും പ്രത്യേകതകൾ നമ്മളതിൽ കണ്ടോ? നിങ്ങൾ ഒബ്സർവ് ചെയ്ത എന്തെങ്കിലും പ്രത്യേകതകൾ? പ്രസന്റ് കണ്ടിന്യൂസിനും പാസ്റ്റ് കണ്ടിന്യൂസിനും ഫ്യൂച്ചർ കണ്ടിന്യൂസിനും എന്തെങ്കിലും പ്രത്യേകത? യെസ്, ഹിബ കറക്റ്റ്, ജസ്റ്റി കറക്റ്റ്, ബിൻസി കറക്റ്റ്. എല്ലാത്തിനും എന്തുണ്ടായിരുന്നു? ING ഉണ്ടായിരുന്നു. എല്ലാ വെർബിന്റെയും ലാസ്റ്റ് എന്തുണ്ടായിരുന്നു? ING. ഓക്കെ, ശ്രുതി.
അപ്പൊ ഇതിന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കണ്ടിന്യൂവസ് എന്ന് പറയുന്ന എല്ലാ വാചകത്തിന്റെ കൂടെയും എപ്പോഴും എന്തുണ്ടാവും? ING ഉണ്ടാവും. ING ഉണ്ടാവും. ഓക്കെ, ഞാൻ അടുത്തൊരു സംശയം ചോദിക്കുകയാണ്. നമ്മൾ പഠിച്ച മൂന്നാമത്തെ ഐറ്റം, അതായത് സിമ്പിൾ ഫ്യൂച്ചറും ഇപ്പോൾ പറഞ്ഞ പ്രസന്റ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് തമ്മിൽ നോക്കുമ്പോൾ മൂന്നാമത്തെ ടെൻസ് ഫോമായ സിമ്പിൾ ഫ്യൂച്ചറും ഇപ്പോൾ പറഞ്ഞ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? ബി അല്ല, ബി ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ ഉണ്ടായില്ലല്ലോ ജസ്റ്റിനെ. ഓക്കെ ഫരീദ, രണ്ടിലും വിൽ അല്ലെങ്കിൽ ഷാൽ ഉണ്ടായി. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഫ്യൂച്ചർ, സിമ്പിൾ ഫ്യൂച്ചർ, അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ എന്ന് പറയുന്നതിന്റെ കീഴിൽ വരുന്ന എല്ലാ ടെൻസുകളിലും എപ്പോഴും വിൽ അല്ലെങ്കിൽ ഷാൽ ഉണ്ട്. വിൽ അല്ലെങ്കിൽ ഷാൽ ഉണ്ട്. ഇതും കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യെസ്, ഓക്കെ. ഇനി പോകെ അടുത്ത കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഇത്രയും നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഏതാണത്? കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിന്റെ കൂടെ എപ്പോഴും ING ഉണ്ടായിരിക്കും. ആറാമത്തെ ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഒരു 6 കൂടി ഉണ്ട്. അപ്പൊ അതും കൂടി കഴിഞ്ഞാല് നമ്മുടെ ടെൻസ് എന്ന് പറഞ്ഞ സംഗതി അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നിങ്ങളൊന്ന് ഇനി ഓർത്തിട്ടാണ്. Yes. Now I have asked you some questions. You tell the answer. അപ്പൊ ഞാൻ പറയുന്ന ചോദ്യത്തിന്റെ ആൻസറിന്റെ ആദ്യത്തെ ലെറ്റർ P എന്നായിരിക്കും, രണ്ടാമത്തെ ലെറ്റർ H എന്നായിരിക്കും. PH ആരംഭിക്കുന്നതായിരിക്കും അതിന്റെ ആൻസർ. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. P, ഒരു വാക്കുകൂടി ഉണ്ട്, H. അടുത്ത H. ഓക്കെ, ശരി. അത് തന്നെയാണ്, P ആണ്, പോലീസ്. H, ഹോട്ടൽ. PH. അത് തന്നെ, ശ്രീലക്ഷ്മി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതൊരു കാര്യം ചെയ്യാം, എളുപ്പം ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ആദ്യം സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം പറയാം. എ പിക്ചർ മെയ്ഡ് യൂസിങ് ക്യാമറ. യെസ്. ബിന്ദു, സത്യൻ, അശ്വതി. പിന്നെ അതിന് മുമ്പ് പറഞ്ഞത് വന്നതാരാണ്? സാർ ഞാൻ പറഞ്ഞിരുന്നു. സാറേ ഞാനും പറഞ്ഞത് ഹിബ. നഹ്ജിബിൻ ഷെറി. ബിന്ദു, സത്യൻ, അശ്വതി, പിന്നെ വന്നത് ഷെറിൻ അല്ലെ? ഷെറിൻ, ബിൻസി. ഫോട്ടോ അല്ലേ? ഫോണല്ലല്ലോ, ഫോണല്ലല്ലോ, ഫോട്ടോ അല്ലേ? ഫോട്ടോ. സാർ ഷെറിനും ശ്രീലക്ഷ്മി ഹിബയാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഷെറിൻ വന്നിട്ടുണ്ട്, ശ്രീലക്ഷ്മി വന്നിട്ടുണ്ടായില്ല. യെസ്. അപ്പൊ അടുത്ത ചോദ്യം വരാം. അത് വളരെ എളുപ്പമുള്ള ചോദ്യമായതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കയറിയ മാറ്റാക്കിയിരുന്നു. യെസ്, ചോദ്യം ഒന്ന് പിടിച്ചിടാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ.
A shop where medicines are sold. A shop where Sri Lakshmi, Hiba, Kavya. Sri Lakshmi, Hiba, And and sir. ആരാണ് ഒരാളും കൂടി ഉണ്ടായതിന് ഫ്രണ്ടില് ആരായിരുന്നു? ശരി, യെസ്, ഷെറിനെ പരിഗണിച്ചാണ് കേട്ടോ, ഡോണ്ട് വറി. യെസ്, അപ്പൊ ഷോപ്പ് വെയർ മെഡിസിൻസ് ആർ സോൾഡ്, നിങ്ങൾക്കറിയാം ഫാർമസിയാണ്, പലപ്പോഴും ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടു കാണും. യെസ്. അടുത്തത് എ mythical, MYTHICIL, a mythical bird that rises from its ashes, ASHES. Kavya, Farida, Sri Lakshmi. Kavya, Farida and Sri Lakshmi. Okay, correct answer ആണ്. Okay, correct answer ആണ്. Yes, it's a correct answer. ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന പക്ഷി എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി ഫീനിക്സ് പക്ഷികളാണ്. യെസ്. അടുത്തത് an extreme fear, EXTREME, an extreme fear, fire. That is the കാവ്യ, അനൂഷക്ക് മുമ്പ് ഒരാളും കൂടി ഉണ്ടായില്ല. കാവ്യ, അനൂഷക്ക് മുമ്പ് ഒരാളുണ്ടായത് ആരാണ്? കാവ്യ, ഷെറിൻ, ഹിബയാന്ന് തോന്നുന്നു, എനിക്ക് എങ്ങനെയാ വന്നു. യെസ്, ഓക്കെ. ഫോബിയ കറക്റ്റ് ആൻസർ ആണ്. ചോദ്യം ഞാൻ കംപ്ലീറ്റ് ആക്കിയിരുന്നില്ല, എന്നാലും നിങ്ങൾക്ക് അറിവിലേക്ക് വേണ്ടി ചോദ്യം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. An extreme fear that is not logical. അതാണ് ഫോബിയ. യെസ്. അടുത്തത് വെരി സിമ്പിൾ. A device to contact someone. ഇത് ഞാൻ ആരെങ്ങനെ കണ്ടുപിടിച്ചെടുക്കും? അശ്വതി പറയൂ, ആരൊക്കെ എഴുതാം? 3 പേര്. ഹിബ, അശ്വതി, കാവ്യ. ഹിബ, അശ്വതി, കാവ്യ. യെസ്. ഓക്കെ. വെരി ഗുഡ്. യെസ്. നെക്സ്റ്റ്, the science of the properties of energy and matter. അശ്വതി എനിക്ക് കിട്ടി. ബാക്കി ആരായിരുന്നു? ഷെറിൻ, ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി കിട്ടി. പിന്നെ ആരാണ്? ഷെറിൻ. ഓക്കെ. ഒന്ന് ശ്രദ്ധിച്ചോളൂ അശ്വതി. യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് മനസ്സിലാവും ആ സമയത്ത് വരുന്നത്. കാരണം എനിക്ക് അശ്വതിയും ശ്രീലക്ഷ്മിയും അല്ല ഞാനും വന്നത്, അങ്ങനെ ഓരോന്നിലും ഓരോ ഇതാ വരുന്നത്. എനിക്ക് തോന്നുന്നു നെറ്റിന്റെ ഇഷ്യൂ കൊണ്ടായിരിക്കും അങ്ങനെ. Okay. Yes. A device to sorry. The science of the properties of energy and matter, that is called physics. Okay. Other name of the king in ancient Egypt. Name of the Sherin, Hiba, Archana Achu. Sherin, Hiba, Archana Achu. Yes, correct answer ആണ്. ഫറവോ. യെസ്. റഷ്യയില് സർ ചക്രവർത്തിമാരെന്നൊക്കെ പറയുന്ന പോലെ സാമൂതിരിമാരെന്ന് കോഴിക്കോടുള്ള ഭരണാധികാരികളെ പറഞ്ഞതുപോലെ ഏൻഷ്യന്റ് ഈജിപ്തിൽ പറയുന്നത് ഫറവോ. യെസ്. അടുത്തത്, the study of
letter sounds. LETTR. കാവ്യ, ഹിബ. കാവ്യക്കും ഹിബക്കും മുമ്പ് ഒരാളുണ്ടായിരുന്നു, ഇടയിൽ ഒരാളുണ്ടായിരുന്നല്ല. കാവ്യ, ഫരീദ. ഫരീദ വന്ന ഫരീദ. Okay. ഫരീദ. Yes, that is called phonetics. കേട്ടോ, phonetics. അല്ലെങ്കിൽ ഫോണിക്സ് എന്നും പറയാറുണ്ട്, ഫോണറ്റിക്സ്. ഓക്കെ, രണ്ട് കറക്റ്റ് ആണ്. അത് BEdലൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പേപ്പർ അതിൻ്റെ അകത്ത് വരും. യെസ്, ഫോണറ്റിക്സ്. അടുത്ത ചോദ്യം ഇതാണ്. എ ജനറൽ ടേം. ചോദ്യം ഇത്തിരി ലെങ്ത് ആണ്. എ ജനറൽ ടേം ഫോർ എ ഡോക്ടർ ഹൂ ഹാസ് earned a medical degree. ശ്രീലക്ഷ്മി, ഹിബ. ഹിബക്ക് മുമ്പ് ഒരാൾ കൂടെ ഉണ്ടെന്ന് കഴിഞ്ഞാൽ ശ്രീലക്ഷ്മി, ഹിബ. സാർ ആൻസർ എന്താണ്? ഫിസിഷ്യൻ. അപ്പം ഷെറിൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഷെറിൻ, രാഗി, അഞ്ജു. ഷെറിൻ, രാഗി, അഞ്ജു. ഞങ്ങളൊക്കെ പറഞ്ഞത് ഫിസിയോതെറാപ്പിസ്റ്റ് എന്നാ. യെസ്, ഫിസിയോതെറാപ്പിസ്റ്റ്. യെസ്, ഫിസിഷ്യൻ. സാധാരണ ഡിഗ്രി ഉള്ള ആൾ. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അത് സ്പെഷ്യലൈസേഷൻ വരുന്നത്. നമ്മൾ ഒരു ഡോക്ടറെ ഹോസ്പിറ്റലിൽ പോയി കാണുമ്പോൾ ആദ്യം കാണുന്നത് ഫിസിഷ്യനെയാണ്. ഫിസിഷ്യൻ പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കാർഡിയോളജിസ്റ്റിന്റെ അടുത്ത് പോയിക്കോളൂ, ഓർത്തോന്റെ അടുത്ത് പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഫിസിഷ്യനെയാണ് സാധാരണ സ്പെഷ്യലൈസേഷൻ ഇല്ലാത്ത ഡോക്ടർ പറയുന്ന പേര്. യെസ്. അടുത്തത്, another word for ghost. GHOST, ghost. Another word for ghost. ഈ രാഗി സംഗതി ശരിയാണ്, പക്ഷെ പിയിലും എച്ചിനും ആരംഭിക്കുന്നത് നമ്മുടെ ആൻസർ. ഈ പേരില് മലയാളത്തിലൊരു സിനിമയുടെ ക്ലൂ തന്നു. ഓക്കെ. അഷ്ടമി, സുജിത് അഷ്ടമി, അശ്വതി, കാവ്യ അല്ലേ? ബിന്ദു സത്യം. കാവ്യല്ല, ബിന്ദു ആണ് വന്നേക്കുന്നത്. സുജിത്, അഷ്ടമി. ഒരു മിനിറ്റ്. അഷ്ടമി, കാവ്യല്ല, ബിന്ദു സത്യൻ അല്ലേ? ബിന്ദു സത്യൻ. പിന്നെ ആരാണ്? ഞാനാണ് എനിക്ക് വന്നിട്ടുണ്ട്. യെസ്, എളിമയും വിനയവും അല്ലേ അശ്വതി? യെസ്. ഓക്കെ, വെരി ഗുഡ്. യെസ്. ഓക്കെ ഷെറിൻ. അതിനാണ് ഫാൻഡം ബൈലി. ഫാൻഡം കേട്ടോ. ഫാൻഡം ബൈലി എന്ന് പറയുന്ന ഒരു സിനിമ മമ്മൂട്ടി അഭിനയിച്ചത് മലയാളത്തിലുണ്ടായിരുന്നു. ഫാൻഡം. യെസ്, PHANTOM. അടുത്തത്, the shape of moon. MOON. Viewed from VIEWED. Viewed from Earth is called lunar dash. The shape of the moon. Srilakshmi, Sherin, Hiba. അശ്വതിയാണ് സാർ. ശ്രീലക്ഷ്മി, ഷെറിൻ, അശ്വതിയാണ് വന്നേക്കുന്ന ഓർഡർ. യെസ്, അശ്വതി. ഓക്കെ. യെസ്. അപ്പോ ലൂണാർ ഫേസ് എന്നാണ് എന്റെ പറയുന്ന പേര്. PHASE, ഫേസ്. അടുത്ത ചോദ്യം, എ മെഷീൻ ദാറ്റ് മേക്സ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഓഫ് പ്രിന്റഡ് കോപ്പീസ്. കറക്റ്റ് ആൻസർ നോക്കട്ടെ, ആരാണെന്ന് നോക്കട്ടെ. പ്രിന്റർ അല്ല, സംഗതി ഞാൻ പോകുന്നുണ്ട്. കറക്റ്റ് ആൻസർ ചോദ്യം വെച്ച് നോക്കാൻ കറക്റ്റ് ആൻസർ. നേരത്തെ ഫിസിയോതെറാപ്പിസ്റ്റ്, ഫിസിഷ്യൻ പറഞ്ഞ പോലെ ഞാൻ പറയുന്നു, എ മെഷീൻ
that makes duplicates of printed copies. Yes. Correct answer to a machine അപ്പൊ പ്രിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പി ആയി പോയി ലഞ്ചു. ഇപ്പൊ ഫോട്ടോസ്റ്റാറ്റിൽ അത് എടുത്ത് കിട്ടുന്ന സംഗതിയാണ്. ദ മെഷീൻ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ തന്നെ അല്ലേ? ഓക്കെ ഓക്കെ, ഷെറിൻ പരിഗണിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, വേറെയാണ്. അതിനെ പറയുന്ന പേരെന്താണ്? ഫോട്ടോ കോപ്പിയർ എന്നാണ്. ഫോട്ടോ കോപ്പിയർ കേട്ടോ. യെസ്. അപ്പൊ അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് ഒരു മെഷീനറി അല്ലേ? ഫോട്ടോ കോപ്പിയർ. ഫോട്ടോ കോപ്പിയർ. യെസ്. ഞാൻ പറഞ്ഞില്ല മെഷീൻ. ആരാ പറഞ്ഞ ഫോട്ടോ കോപ്പിയർ എന്ന് പറഞ്ഞില്ല? ഫോട്ടോസ്റ്റാറ്റ് എന്നല്ലേ പറഞ്ഞത്? യെസ്. ഫോട്ടോ കോപ്പി എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഫോട്ടോ കോപ്പിയർ എന്ന് പറഞ്ഞില്ല. കോപ്പിയർ പറഞ്ഞത് ഫോട്ടോ കോപ്പിയർ. യെസ്. ഓക്കെ ഓക്കെ. തിരക്കില്ലായിരുന്നെങ്കിൽ ഞാൻ ഫോട്ടോസ്റ്റാറ്റിന് ഉത്തരമായിട്ട് എടുത്തതന്നെ. എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമായത് കൊണ്ടാണ് ഒറിജിനൽ മറ്റൊന്ന് വെയിറ്റ് ചെയ്തത്. യെസ്. അപ്പോ നമ്മുടെ നേരത്തെ പറഞ്ഞ എച്ചില് പിയിലും എച്ചിലും ആരംഭിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത സെക്ഷനിലോട്ട് കിടക്കുകയാണ്. അടുത്ത സെക്ഷനിലോട്ട് കിടക്കുമ്പോൾ ഉത്തരത്തിന്റെ ആദ്യത്തെ ലെറ്റർ എ എന്നും ആദം, രണ്ടാമത്തെ ലെറ്റർ ബി എന്നുമാണ്, ബോയ്. ആദം ആൻഡ് ഏത് ആൻസർ പറഞ്ഞില്ലേ? ഫോട്ടോ കോപ്പിയർ. യെസ്. അപ്പൊ അതുകൂടി കൂട്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ഉത്തരം പോയിന്റ് പറയാം. യെസ്. ദ ഫസ്റ്റ് ലെറ്റർ ഈസ് എ, സെക്കൻഡ് ലെറ്റർ ഈസ് ബി. എ ആൻഡ് ബിയിൽ ആരംഭിക്കുന്ന രീതിയിൽ പറഞ്ഞു. ഞാൻ ആദ്യം പറയാൻ പോകുന്ന ഒരു മീനിങ് ആണ്. അതിന്റെ വൺ വേർഡ് നിങ്ങൾ പറയാം. മീനിങ് ഇതാണ്: ടു ലീവ്, LEAVE, ലീവ് someone or something without returning. To leave someone or something. എൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഡ് എന്താണ്? ആബ്സെൻസ് അല്ല, ആബ്സെന്റ് അല്ല, അതിനോടത് യോജിച്ചു പോകും. അതല്ല കീപ്പ കറക്റ്റാ വേർഡ്. ടു ലീവ് വെർബാണ്. To leave someone or something. To leave. കാവ്യ. സാറേ ഞാൻ അബണ്ടന്റ് തന്നെ പക്ഷെങ്കിൽ സ്പെല്ലിംഗ് എന്റെ തെറ്റിപ്പോയതാ. ഞാൻ മേലെ എഴുതി അബണ്ടന്റ്. കാവ്യ കഴിഞ്ഞിട്ട് പിന്നെ പുറകിൽ വന്നത് ആരൊക്കെയാണ്? അശ്വതി. ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ സ്പെല്ലിംഗ് തെറ്റാണ്. യെസ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ പരിഗണിച്ചു, പിടിക്കണ്ട. യെസ്. അബാൻഡൻ ആണ്. ടു ലീവ്. കാവ്യ, അശ്വതി, അഞ്ചു അല്ലേ? യെസ്. ഓക്കെ 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 ഓക്കെ. അബാൻഡ്, ടു ലീവ് അപ്പൊ വെർബാണ്. ആബ്സെന്റ് അല്ല, അബാൻഡൻ ഒഴിവാക്കുക. അടുത്ത ചോദ്യം: എ സ്കിൽ ഓർ ടാലന്റ് that you have. അപ്പൊ പറയാം. ഓക്കെ ഓക്കെ. ബിന്ദു സത്യൻ. അതിന് മുമ്പ് ഹിബ കറക്റ്റ് ആണ്. എബിലിറ്റി ആണ് കറക്റ്റ്. അത് കഴിവ് എന്നാണ്. എബിലിറ്റി. അപ്പൊ എബിലിറ്റിയിൽ വന്നത് ആരൊക്കെയാണ്? ശ്രീലക്ഷ്മി, പിന്നെ ഹിബ, പിന്നെ വേറെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, സഞ്ജന. സജ്ജന. ഹിബ ആൻഡ് സജ്ജന. യെസ്, കറക്റ്റ് ആണ്. അപ്പൊ അതാണ് എബിലിറ്റി. സ്കിൽ ഓർ ടാലന്റ് ദാറ്റ് യു ഹാവ്. ഏബിൾ, എബിലിറ്റി. ഓക്കെ ഓക്കെ. അടുത്തത്
An extremely deep pit. An extremely deep pit. P-I-T, pit. എന്നെ പറയുന്ന പേരെന്താണ്? An extremely deep pit. Absolutely അല്ല. Pit, P-I-T, pit. ഓക്കെ കാവ്യ. കാവ്യ, ബിന്ദു, സത്യൻ, അതിന് ഇടയ്ക്ക് ഒരാളും കൂടി ഉണ്ടായിരുന്നില്ല. കാവ്യ, ബിന്ദു, സത്യൻ, അനൂഷ ഉണ്ട്. അനൂഷ. യെസ്, ഓക്കെ. ആപ്സ് എന്നാണ് ABYSS. ആപ്സ്. അതിന്റെ അർത്ഥം എന്താ മലയാളത്തില്? ഒരു കുറച്ചുകൂടി താഴ്ചയുള്ള കുഴി എന്ന് പറയില്ലേ, ആഴത്തിലുള്ള കുഴി കേട്ടോ, കുറച്ചുകൂടി താഴ്ചയുള്ള കുഴി. യെസ്. അടുത്തത് ടു മീനിങ് ആണ് പറയുന്നത്, ഇംഗ്ലീഷ് മീനിങ് ആണ് പറയുന്നത്. വൺ വേർഡ് പറയുന്നത് ടു കിഡ്നാപ്പ് someone. To kidnap someone. അബ്യൂസ് അല്ല, വഴക്ക് പറയുന്നതാണ്. ടു കിഡ്നാപ്പ് someone അതൊന്നുമല്ല. ടു കിഡ്നാപ്പ് നിങ്ങൾ പറയുന്ന സ്ഥലത്തെ കൂടി നിങ്ങൾ പോകുന്നുണ്ട്. ഓക്കെ കാവ്യ, ഈ വക കാര്യങ്ങൾ കാവ്യാണ് ആദ്യം കൊണ്ടുവന്നിട്ടാ. കാവ്യ കഴിഞ്ഞിട്ട് പിന്നെ ആരൊക്കെയായിരുന്നു? ഹിബ, അശ്വതി. ഹിബ ആൻഡ് അശ്വതി. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. അബ്ഡക്ട്, ABDUCT. കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. യെസ്. അടുത്തത് അർത്ഥം വേറെ, ഉള്ളിലോട്ടും ഞങ്ങക്ക് ജിമ്മിലൊരു മെഷീൻ ഉണ്ട്, അബ്ഡക്ഷനും അഡക്ഷൻ എന്നും പറഞ്ഞിട്ട്. അതാണ് ചോദിച്ചത്, അതിന് വേറെ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ? ഏത് ഈ വാക്കിനെ? അബ്ഡക്ട് വേറെ അർത്ഥം ഉണ്ടാവും. ഉണ്ടാവും. ഇംഗ്ലീഷ് മീഡിയം അല്ലേ, അപ്പൊ ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങൾ ഉണ്ടാവും. യെസ്. ടു കിഡ്നാപ്പ് someone എന്നുള്ളതിനും നമ്മൾ അബ്ഡക്ട് ആണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് ഞാൻ ആൻസർ ആണ് പറയുന്നത്. അതിന്റെ വൺ വേർഡ് പറയാം. ആൻസർ ഇതാണ്. ആൻ ആൻസർ മീനിങ് MEANING. ഇനി ഇൻവേർട്ടഡ് കോമയുടെ അർത്ഥം യെസ്, ഐ എഗ്രി. ആൻ ആൻസർ മീനിങ് യെസ്, ഐ എഗ്രി. ശ്രീലക്ഷ്മി, ഷെറിൻ, ഷെറിന് കഴിഞ്ഞിട്ടാരായിരുന്നു? അശ്വതി. അശ്വതി. യെസ്, കറക്റ്റ് ആൻസർ ആണ്. അബ്സല്യൂട്ട്ലി. നേരത്തെ ഈ വാചകം ഒരാളോട് പറഞ്ഞതാണ്. അബ്സല്യൂട്ട്ലി. യെസ്. അടുത്തത് ദ സ്കൈ ഈസ്, ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ദ സ്കൈ ഈസ് ഡാഷ് ദ ലാൻഡ്. ഷെറിൻ, ഹിബ, അശ്വതി. ഷെറിൻ, ഹിബ, അശ്വതി. യെസ്, കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ചോദ്യം, അതൊരു മീനിങ് ആണ്. എന്റെ വൺ വേർഡ് പറയാം. ബിയോണ്ട്, BEYOND. ബിയോണ്ട് ദ ബൗണ്ടറീസ് ഓഫ് വൺ കൺട്രി. ബിയോണ്ട് ദ ബൗണ്ടറീസ് ഓഫ് വൺ കൺട്രി. ഷെറിൻ, ഹിബ, അനുഷ. ഷെറിൻ, ഹിബ, അനുഷ. കറക്റ്റ് ആൻസർ ആണ്.
എബ്രോഡ്. എബ്രോഡ്. യെസ്, കറക്റ്റ് ആൻസർ ആണ്. അടുത്തത് വളരെ സിമ്പിൾ ആണ്. ഓപ്പോസിറ്റ് ഓഫ് നോർമൽ. ഹിബ, കാവ്യ. ഹിബക്കും കാവ്യക്കും ഇടയിലാരായിരുന്നു? ശ്രീലക്ഷ്മി അല്ലേ? ശ്രീലക്ഷ്മി. ഓക്കെ, യെസ്. നോർമൽ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് അബ്നോർമൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഷോർട്ടൻഡ്, SHORTENED, the shortened form of a word or words. ഹിബയ്ക്കും അശ്വതിക്കും ഇടയിൽ ഒരാളുണ്ടായില്ലേ? ഹിബ, സ്റ്റെറിൻ, മറ്റേ അഞ്ചു തോന്നുന്നു, അങ്ങനെ മൂന്നാള്. അഞ്ചു. യെസ് യെസ്, ഓക്കെ 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 ഓക്കെ. അത് അബ്രിവേഷൻ ആണ്. അത് വേറെ പഠിച്ചു കാണാം. വേറെ നിങ്ങൾക്ക് പല സബ്ജക്റ്റുകൾ പഠിക്കാനുള്ള കൂട്ടത്തിൽ അതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അബ്രിവേഷൻ. യെസ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങള് നല്ല മിടുക്കികളാണ്. മിടുക്കിന്ന് പറയാം, മിടുമിടുക്കികളാണ്. നിങ്ങൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാല് അടുത്ത LD-കാർക്ക് പരീക്ഷ നിങ്ങളുടെ കയ്യിലിരിക്കും കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് പറ്റണുണ്ടെങ്കിൽ കുറച്ച് മാത്തമാറ്റിക്സും കുറച്ച് മെന്റൽ എബിലിറ്റിയും കൂടി അങ്ങനെ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ അടുത്ത LD-കാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും. അത് ഒന്ന് ശ്രമിച്ചുകളാണ്. ഒരുപാട് സാധ്യതകളുള്ള ഒരു ജോലിയാണ് വേരിയസ് ഡിപ്പാർട്ട്മെന്റിന്റെ LD ക്ലർക്ക്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ആൾക്ക് ഒരു ജില്ലയിലോട്ട് അയക്കാൻ പറ്റുള്ളൂ, ഒരാൾക്ക് ഒരു ജില്ലയിലേക്ക് അയക്കാൻ പറ്റുള്ളൂ. അപ്പൊ തന്നെ എന്താണ്, എല്ലാവർക്കും എല്ലാ ജില്ലയിലും വരും, ഓരോ ജില്ലകളിലേക്ക് കുറേശ്ശെ വരും. അപ്പൊ നമുക്ക് അതിനൊരു സാധ്യത കൂടുതലുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഇന്റർവ്യൂ ഇല്ല. ഇന്റർവ്യൂ എന്ന് പറയുന്ന സംഗതി ഇല്ല. അപ്പൊ അവിടെ നമ്മൾ പോയി പഠിക്കുമോ എന്നുള്ള സംഗതിയെ ചിന്തിക്കണ്ട, അത് ഇല്ല. റിട്ടേൺ എക്സാമിനേഷനിൽ കിട്ടുന്ന മാർക്ക് അനുസരിച്ചിട്ടാണ് അതിൻ്റെ അകത്ത് വരുന്നത്. യെസ്, അപ്പൊ അത് ഒരു സാധ്യതയില്ല, ഇന്റർവ്യൂ ഇല്ല. പിന്നെ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഓരോ ജില്ലകളിലും 300, 350, 400 ഒഴിവുകൾ നികത്തപ്പെടും. 300, 350. യെസ്, അങ്ങനെ എല്ലാ ജില്ലകളിലൂടെ വരും. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സാധ്യതയുണ്ട്. ഇത്രയും സാധ്യത കൂടാതെ നമ്മുടെ ഈ ഇതിൻ്റെ അകത്ത് റിസർവേഷൻ, എന്തെങ്കിലും ടൈപ്പ് റിസർവേഷൻ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ കാസ്റ്റിൽപ്പെട്ട ആളുകൾ കുറഞ്ഞ ജില്ല ഏതാണോ അങ്ങോട്ട് തന്നെ അയച്ചു. പിന്നെ നമുക്ക് 5 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരാൻ പറ്റും. ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞ് നമുക്ക് പോരാല്ല. യെസ്, 5 വർഷം കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു പോരാം. വേറെ ഇപ്പൊ നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ ജോലി ചെയ്യുന്ന ആള് തൃശ്ശൂർ കിട്ടിക്കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ നമുക്ക് നാട്ടിലേക്ക് മടങ്ങി വരാം. 5 വർഷത്തെ പ്രശ്നമുള്ളൂ. അപ്പൊ നമുക്ക് ജോലി കിട്ടാനുള്ളത് ഒരുപാട് സാധ്യതകളാണ് മക്കൾ. നിങ്ങൾക്ക് അറിയാൻ പോലെ തന്നെയാണ് LD-ക്ലർക്ക് ആയിട്ട് കയറി കഴിഞ്ഞാല് 45 രൂപ, നിങ്ങൾക്ക് 40-45 രൂപ പെർ മന്ത് നിങ്ങളുടെ കയ്യിൽ 45,000 രൂപ. ആ രൂപയുടെ മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്. ഉണ്ട് പിന്നെ വർക്കുണ്ട്. യെസ്, രൂപയുടെ മാത്രമല്ല, നമുക്ക് ഒരുപാട് ഫ്രീഡം ഉണ്ടാവും. നമുക്ക് ഒരുപാട് വേറെ കാര്യങ്ങൾക്ക് സമയം കിട്ടും. നിങ്ങൾ ജോലി ചെയ്ത് കുറച്ചാൾ കഴിയുമ്പോൾ ഒരു 10 വർഷത്തേക്ക് ലീവ് എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ചെന്ന് കഴിഞ്ഞാൽ ജോലി ഉണ്ടാകും. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഒരു മാസം പോകാണ്ട് പിന്നെ ചെന്ന് നോക്കിയേ ആ സീറ്റിൽ വേറെ ആളൊന്നും. യെസ്, അപ്പോ നമുക്ക് 60 വയസ്സ് വരെ നമ്മൾ ആരെയും പേടിക്കേണ്ട, സ്വസ്ഥമായിട്ടിരിക്കും. പെൻഷൻ കിട്ടുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട, അതിലേക്ക് നിന്ന് പോകുള്ളൂ ഭാവിയിൽ. അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള ഇത് ആഗ്രഹമൊന്നും വേണ്ട. 60 വയസ്സ് വരെ നമുക്ക് കറക്റ്റായിട്ട് ജീവിക്കാം. ഇനി ഒരു 365 ദിവസമുള്ള ഒരു വർഷത്തില് 52
ശനി ഞായറാഴ്ച ജോലിക്ക് പോകണ്ട. അപ്പൊ 365 മൈനസ് 52, ഒരു വർഷത്തിൽ 52 ഞായറാഴ്ച പോകണ്ട. ഒരു വർഷത്തില് 12 സെക്കൻഡ് സാറ്റർഡേ വരും. അപ്പൊ അന്നും പോകണ്ട, അത് 365 മൈനസ് ചെയ്യാം. പിന്നെ ഗവൺമെന്റ് തരുന്ന ഹോളിഡേയ്സ് ഉണ്ട്. ആ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗവൺമെന്റ് ഹോളിഡേയ്സ് വരുന്നത് ആകെ കൂടി ഒരു 10 ദിവസം കൂടെ, ചിലപ്പോൾ ഞായറാഴ്ച വന്നേരം. ആ 10 ദിവസം ജോലിക്ക് പോകണ്ട. യെസ്, ഇത് കൂടാതെ 20 ദിവസം നിങ്ങൾക്ക് ശമ്പളത്തോടു കൂടി ലീവ് എടുത്ത് വീട്ടിലിരിക്കാം. യെസ്, അപ്പൊ ആ 20 ദിവസവും കൂടി മറ്റേത് മൈനസ് ചെയ്യാം. ഇതുകൂടാതെ ഓരോ 11 ദിവസത്തിനും ഒരു ദിവസം വീതം, അപ്പോ ഒരു വർഷത്തേക്ക് 33 ദിവസം ഫുൾ ശമ്പളത്തോടു കൂടി ലീവ് വേറെ ഉണ്ട്. അപ്പൊ വീണ്ടും ഒരു 33 ദിവസം നിങ്ങൾക്ക് പോകണ്ട. യെസ്, ഇതുകൂടാതെ 20 ദിവസം പകുതി ശമ്പളത്തോടു കൂടിയ ലീവ് വരെ ഉണ്ട്. പകുതി ശമ്പളം കിട്ടും, അതും 20 ദിവസം കൂടി മൈനസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ കുറച്ച് ദിവസം ജോലി, നിങ്ങൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് വ്യാപൃതനാവാൻ പറ്റും. ഇനി നിങ്ങളെല്ലാം പ്രഗ്നന്റ് ആണെങ്കിൽ ശമ്പളത്തോടു കൂടിയ 6 മാസത്തെ അവധിയാണ്. ഞാൻ പറഞ്ഞത് ഇതൊന്നും പ്രൈവറ്റിൽ നടക്കുന്ന കേസുകളല്ല. നമുക്ക് നമ്മുടെ വീട്ടിലെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു വരുമാനം കൂടി വേണം, അല്ലെ കുടുംബത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെറിയൊരു വരുമാനം കൂടി വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നിങ്ങളുടെ കയ്യിലിരിക്കും. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അടുത്ത, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ലിസ്റ്റ് ഉണ്ട്, അടുത്തത് വരുമ്പോൾ ഒന്ന് ആഞ്ഞു പിടിച്ചിട്ട് ഈ H19 നിങ്ങൾ തന്നെ ഒരു കമ്പനി കൂടിയിട്ട് ഒരു സ്ഥലത്ത് എല്ലാ ദിവസവും രാത്രി 2 മണിക്കൂർ 1 മണിക്കൂർ ഒരു ഓൺലൈൻ ശരിയായിട്ട് നടത്തിയാൽ മതി, ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ. ഓക്കെ, ശ്രമിച്ചു നോക്ക്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പോ ഞാൻ നിങ്ങൾ പോയിന്റ് നിലവാരത്തിലോട്ട് വരികയാണ്. അഞ്ചു നെഗറ്റീവ് മാർക്കിന്റെ കേസിനകത്ത് ചോദിച്ചത് 3 തെറ്റ് എല്ലാം വന്നു കഴിഞ്ഞാൽ 1 മാർക്ക് മൈനസ് ചെയ്യും. 3 തെറ്റിന് 1. യെസ്, രാഗി 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അർച്ചന അച്ചു 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഫരീദ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ബിൻസി 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ബിന്ദു സത്യൻ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സുജിത് അഷ്ടമി 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സജന 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ബിന്ദു സത്യൻ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അഞ്ചു 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അഞ്ചു 3 പോയിന്റ്. യെസ്, നീ ഞാൻ നോക്കട്ടെ. ഓക്കെ, ഇനി അടുത്തത് കാവ്യ. കാവ്യക്ക് 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 9 പോയിന്റ്. അതിനോടൊപ്പം തന്നെ ശ്രീലക്ഷ്മിക്കും 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 9 പോയിന്റ്. ഐശ്വര്യക്ക് 10 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 10 പോയിന്റ്. ഷെറിന് 11 പോയിന്റ്, 11 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഹിബ, യു ഗോട്ട് 12 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, യെസ്, ചിലപ്പോൾ ഒരു പോയിന്റിലേക്ക് അങ്ങോട്ട് കിടക്കി ഞാൻ എഴുതിയ വ്യത്യാസം വന്നിട്ടുണ്ടാവാം. അശ്വതി അല്ലേ? അശ്വതി. യെസ് യെസ് യെസ്, അശ്വതിയാണ്. സോറി, ഞാൻ ഐശ്വര്യ എന്നാണ് പറയുന്നത്. അശ്വതിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സോ we will meet in the next class. Okay, bye. Thank you, sir. Okay. Thank you, sir. Okay, welcome.
സമയം.